ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളി പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ. ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. കടലക്കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, നാളികേരം, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, ഗ്രാമ്പൂ, കറുകപ്പട്ട ഇതൊക്കെയാണ് ആവശ്യമുള്ളത്. ആദ്യം നമുക്കൊന്ന് കടല വേവിക്കാം. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം രാവിലെ നന്നായി കഴുകിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാനായിട്ട് വെക്കാം. കടല വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ഒരു അരപ്പുണ്ടാക്കാം. ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കറുകപ്പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നാളികേരം നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ, ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് തണുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. കടല വേഗം വെച്ച് നന്നായി വെന്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് കടല മാത്രം മാറ്റി വയ്ക്കണം. കറി ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് അരച്ചൊഴിക്കും. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പെടുത്ത് നന്നായി അരച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വേവിച്ച കടലയും കൂടി അരച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം ഇതുപോലെ തിളയ്ക്കാനായിട്ട് വിടുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒരു ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വന്നാൽ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിയുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി ഇതുപോലെ മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറി ഇട്ട് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുട്ടിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് പുട്ടുണ്ടാക്കാം. അരിപ്പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നാളികേരം കൂടി ചിരകിയത് ഇട്ട് കൊടുത്തു പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പുട്ടിന്. കുറച്ചായി വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൂടുതലായിട്ട് വെള്ളമാവാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കണം. ഗോതമ്പിൻ്റെയും ഇതേപോലെ തയ്യാറാക്കാം. ഗോതമ്പ് മാവ് എടുത്തതിന് ശേഷം ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, ജീരകം ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. അരിപ്പൊടിയും കൊണ്ടും ഗോതമ്പ് പൊടിയും കൊണ്ടും 2 തരം പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുട്ടും കടലയും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. അടിപൊളി കോമ്പിനേഷനാണ് പുട്ടും കടലയും. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.